Hello everyone, this is Muhammad Alfan. Welcome to just 2 minutes Excel tips. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിലെ ബ്ലാങ്ക് റോസ് ആൻഡ് ബ്ലാങ്ക് സെൽസ് എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വേസിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പേർപ്പസിന് വേണ്ടി ചെറിയൊരു ഡാറ്റാബേസ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡാറ്റാബേസ് തന്നെ റാൻഡംലി നിങ്ങൾക്ക് ബ്ലാങ്ക് റോസ് കാണാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ക്വിക്കായിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ നോർമൽ വേയിൽ മാനുവലി ചെയ്യുകയാണെങ്കിൽ ആ റെസ്പെക്റ്റീവ് ബ്ലാങ്ക് റോസ് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യും 3, 4 and 7, 9 and 11, റൈറ്റ്? ശേഷം ഡിലീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ മൈനസ്. ഓക്കെ, അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ഇവിടെ കാണിച്ചത് ചെറിയൊരു ഡാറ്റാബേസാണ്. ഇൻ കേസ് ഒരു ലാർജ് ഡാറ്റാബേസ് ആണെങ്കിലോ ഈ ഒരു മാനുവൽ സെലക്ഷനും അതുപോലെ തന്നെ ഡിലീഷനും വളരെ ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്? ജസ്റ്റ് കൺട്രോൾ സി പ്രസ് ചെയ്യുന്നു. ഇനി വേറൊരു മെത്തേഡാണ് ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം പ്രസ് കൺട്രോൾ ഷിഫ്റ്റ് എൽ. ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ഹെഡിങ്ങിനോട് കേഴ്സർ മൂവ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ശേഷം സെലക്ട് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അൺസെലക്ട് ആകാം ആൻഡ് ക്ലിക്ക് ഓൺ ബ്ലാങ്ക്സ്. ഓക്കെ, ഇവിടെ ബ്ലാങ്ക് സെല്ല് മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നു. ഓക്കെ, സോ ഈ ലെഫ്റ്റ് സൈഡ് റോ നമ്പേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും ബ്ലൂ കളറിൽ. അതായത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് മാത്രം ഇവിടെ ബ്ലൂ കളറിൽ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ താഴെയുള്ള ബ്ലാങ്ക് സെൽസ് ആണ്. സോ നമുക്ക് വേണ്ടത് ഫിൽറ്ററിൽ അണ്ടറിലുള്ള, അതായത് ഡാറ്റാബേസിൽ അണ്ടറിലുള്ള റോസ് മാത്രം ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ആ പർട്ടിക്കുലർ റോസ് മാത്രം സെലക്ട് ചെയ്യുക, ശേഷം കൺട്രോൾ മൈനസ് ഡിലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് അൺഡു പ്രസ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു മെത്തേഡും ഒരു ലാർജ് ഡാറ്റാബേസ് ഉണ്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫിൽറ്റർ ചെയ്തതിനു ശേഷം മാനുവലി ഇങ്ങനെ സെലക്ഷൻ ചെയ്യേണ്ടി വരും, റൈറ്റ്? സോ അത്തരത്തിലുള്ള ഇഷ്യൂസ് സോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള റോസ് എങ്ങനെ ക്വിക്കായി ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് അൺഫിൽറ്റർ അടിക്കുന്നു. ഈവൻ ഇൻ കേസ് ഇതൊരു ലാർജ് ഡാറ്റാബേസ് ആണെങ്കിലും ഞാൻ ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന മെത്തേഡ് ആയിരിക്കും ഏറ്റവും എഫിഷ്യൻറ്റ് വേ. ഫോർ എക്സാമ്പിൾ ഡാറ്റ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു, ശേഷം പ്രസ് കൺട്രോൾ ജി, ഗോ ടു എന്നുള്ള ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്തു. ശേഷം സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ കാണാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ഓഫ് ഗോ ടു സ്പെഷ്യൽ ഓപ്ഷൻസ് കാണാം, അതിൽ ബ്ലാങ്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ബ്ലാങ്ക് മാത്രം ഹൈലൈറ്റ് ചെയ്തു, ശേഷം കൺട്രോൾ മൈനസ്. ഓക്കെ, സി ക്വിക്കായിട്ട് ഡിലീറ്റ് ആയി. സോ ഒരു വലിയ ഡാറ്റാബേസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്രിഫർ ചെയ്യേണ്ടത് ഈ ഗോ ടു സ്പെഷ്യൽ ഓപ്ഷനാണ്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.